കർത്താവിൽ ആശ്രയിച്ച് അവൻ്റെ ആശ്രയം മുഴുവനും കർത്താവിൽ സമർപ്പിച്ചും ഇരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ വെള്ളത്തിനരികെ നടപ്പെട്ടതും ആറ്റരികത്ത് വേരൂന്നിയതുമായ വൃക്ഷം പോലെയിരിക്കും. ചൂടുവരുമ്പോൾ അവൻ ഭീതനാകുകയില്ല, അതിൻ്റെ ഇലകൾ ആനന്ദിച്ചു കൊണ്ടിരിക്കും. മഴ കുറവുള്ള സംവത്സരത്തിലും അതിന് ഭയമില്ല, അതിൻ്റെ കായ്ഫലങ്ങൾ കുറഞ്ഞു പോവുകയുമില്ല. ത്രിയേക ദൈവത്തിന് സ്തുതി. സുഹോറോ വോയിസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ അല്പസമയം നിങ്ങളുമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം പഴയ നിയമത്തിൽ യിരെമ്യാ പ്രവചനം അതിൻ്റെ 17-ാം അധ്യായം 6, 7, 8 എന്നീ വാക്യങ്ങളാണ്. ആ വാക്യങ്ങളിലൂടെ കടന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്: കർത്താവിൽ ആശ്രയിച്ച് അവൻ്റെ ആശ്രയം മുഴുവനും കർത്താവിൽ സമർപ്പിച്ചും ഇരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ വെള്ളത്തിനരികെ നടപ്പെട്ടതും ആറ്റരികത്ത് വേരൂന്നിയതുമായ വൃക്ഷം പോലെയിരിക്കും. ചൂടുവരുമ്പോൾ അവൻ ഭീതനാകുകയില്ല, അതിൻ്റെ ഇലകൾ ആനന്ദിച്ചു കൊണ്ടിരിക്കും. മഴ കുറവുള്ള സംവത്സരത്തിലും അതിന് ഭയമില്ല, അതിൻ്റെ കായ്ഫലങ്ങൾ കുറഞ്ഞു പോവുകയുമില്ല. അപ്പോൾ ഇവിടെ നാം കാണുന്ന ഈ ഭാഗത്ത്, അല്ലെങ്കിൽ വായിച്ചു കേൾക്കുന്ന യിരെമ്യാ പ്രവചനത്തിൽ വായിച്ചു കേൾക്കുന്ന ഈ ഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവമായ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ നിങ്ങളുമൊക്കെ പറയാറുണ്ട്, യേശുവോട് ചേർന്നിരിക്കുന്നത് എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തൻ്റെ കൂടെ വാഴാൻ എന്ന് സാധ്യമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, കാംക്ഷിച്ചിടുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ പാടാറുണ്ട്. ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവമാണ്. അതായത് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിലുള്ളതാകുന്ന സകലതിനെയും സർവ്വതിനെയും എല്ലാം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് ആയിരിക്കുന്ന ഒരനുഭവം. ഈ യിരെമ്യാ പ്രവചനം പരിശോധിക്കുമ്പോഴും നാം കാണുന്ന ഒരു അനുഭവം അത് തന്നെയാണ്. അതൊരു വൃക്ഷത്തിനോടാണ് പ്രവാചകൻ ഉപമിച്ചിരിക്കുന്നത്. ഈ വൃക്ഷം നടപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ആ നടപ്പെട്ടിരിക്കുന്നത് ആറ്റിനരികെ വേരൂന്നിയതായ വൃക്ഷമായിരിക്കും. ഈ ആറ്റിനരികെ വേരൂന്നിയതായ വൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആഴത്തിൽ വേരൂന്നുവാനായിട്ട് സാധിക്കും എന്നുള്ളതിനേക്കാളും ഒക്കെ ഉപരിയായി ആ വേരിന് ആവശ്യമാകുന്ന വെള്ളം അതിന് കൃത്യമായിട്ട് ലഭിച്ചിരിക്കും, ആറ്റിൽ നിന്ന് ലഭിച്ചിരിക്കും. കാരണം ആറ്റിൻ്റെ വൃഷ്ടി പ്രദേശത്ത് നിൽക്കുന്ന ഒരു വൃക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതിനാവശ്യമായ വെള്ളം എല്ലാം ലഭിക്കുന്നുണ്ട്. അതിന് വെള്ളം ലഭ്യമാകാതെ പോകുന്ന എപ്പോഴാണ്? ആറ് വറ്റിപ്പോകുമ്പോൾ മാത്രമാണ്. ആ പുഴ വറ്റിപ്പോകുമ്പോൾ മാത്രമാണ് അതിന് വെള്ളം ലഭ്യമാകാതെ പോകുന്നത്. അപ്പോൾ ആ വൃക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം സമൃദ്ധമായി വെള്ളമൊഴുകുന്ന ഒരു ആറിന് ചുറ്റും നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുമ്പോൾ, ആ വൃക്ഷത്തിന് എത്ര വലിയതാകുന്ന ചൂടുകാറ്റടിച്ചു കൊള്ളട്ടെ, എത്ര വലിയതാകുന്ന കൊടുങ്കാറ്റടിച്ചു കൊള്ളട്ടെ, അതിന് പേടിക്കേണ്ടതായ കാര്യമില്ല. കാരണം അതിൻ്റെ വേരുകൾ ആശ്രയം വെച്ചിട്ടുണ്ടെങ്കിൽ വേരുകൾ ഊന്നിയിരിക്കുന്ന ഇവിടെയാണ്, ആഴത്തിലേക്കാണ്. അത് മാത്രമല്ല അതിന് വേണ്ടുന്നതായ വെള്ളവുമെല്ലാം ആറിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തോട് കൂടെ സഞ്ചരിക്കുക, ദൈവത്തോട് കൂടെ ആയിരിക്കുക എന്നൊരു ചിന്തയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോൾ ആ മനുഷ്യന് ലഭിക്കുന്ന വലിയതാകുന്ന ഒരു അനുഗ്രഹം. പ്രിയമുള്ളവരെ, നമുക്കും ദൈവത്തോട് കൂടെ പറ്റിച്ചേർന്നുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കണം. അതിനെങ്ങനെ സാധ്യമായി തീരും? ഇതിലൊന്നാമത്തേതാകുന്ന കാര്യമാണ് ദൈവത്തോടു കൂടെ ആയിത്തീരുവാൻ നമുക്ക് അവസരം നൽകുന്ന കാര്യമാണ് നമുക്ക് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് തന്നിട്ടുള്ള പ്രാർത്ഥനകൾ എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ നോമ്പിൻ്റെ കാലയളവിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ്. കാരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്, പ്രാർത്ഥനയാലും നോമ്പാലും
ഉപവാസത്താലും അല്ലാതെ സാത്താനെയും അവൻ്റെ ശക്തിയെ അല്ലെങ്കിൽ അവൻ്റെ സകലതാകുന്ന തന്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമ്മുടെ ആത്മീയമാകുന്ന ഭക്ഷണങ്ങളിൽ ഒന്നാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് നാം മനസ്സിലാക്കണം. പ്രാർത്ഥിക്കുവാൻ പലപ്പോഴും എനിക്കും നിങ്ങൾക്കുമൊക്കെ മടിയാണ്. പ്രാർത്ഥിക്കുവാൻ പറയുന്ന സമയത്ത് പല സമയങ്ങളിലുമൊക്കെ, പ്രത്യേകിച്ച് എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത്? ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ടാണ് ദൈവത്തിന് കാര്യമുള്ളത്. കർത്താവിനെ അല്ലെങ്കിൽ കർത്താവിനോട് ചേർന്ന് അല്ലെങ്കിൽ കർത്താവിനോട് പറയാൻ എന്നും ഇങ്ങനെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? കർത്താവിന് എല്ലാ കാര്യങ്ങളും അറിയേണ്ടതല്ലേ? ഇതെന്നും പ്രാർത്ഥിക്കേണ്ട, എന്നും റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് തുടങ്ങിയതാകുന്ന ഒരുപാട് സംശയങ്ങളുമൊക്കെ ചെറുപ്പകാലങ്ങളിൽ എന്നെയും അലട്ടിയിരുന്നു. പക്ഷേ പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥന കർത്താവിന് ആവശ്യമുണ്ടായിട്ടല്ല, മറിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ആ സ്നേഹവും കരുതലും കൂടുതലും നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കും. പലപ്പോഴും പലരും പറയുന്ന ഒരു ഉപമയാണ്, കുടമടച്ചു വെച്ചിട്ട് നമുക്ക് വെള്ളം കോരാൻ സാധിക്കുമോ, അല്ലെങ്കിൽ കുടം കമത്തി വെച്ചാൽ വെള്ളം കോരുവാനായിട്ട് സാധിക്കുമെന്ന് ചോദിക്കാറുണ്ട്. നാം ഓരോരുത്തരും ആകുന്ന കുടങ്ങൾ, ആ കുടങ്ങളെ സംബന്ധിച്ചിടത്തോളം നാം ഈ ലോകത്തിൽ പല കാര്യങ്ങളിലുമൊക്കെ ആയിരിക്കുമ്പോൾ നമ്മിൽ നിറയപ്പെട്ടിരിക്കുന്നതാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും അല്ലെങ്കിൽ ആ കാര്യങ്ങളുമൊക്കെ പലപ്പോഴും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അത് ഓരോ സമയങ്ങളിലായി നമുക്ക് റീഫിൽ ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്നവരാണ്. മൊബൈൽ ഉപയോഗിച്ച് അതിൻ്റെ ഉപയോഗം കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ അതിന് ചാർജ് നഷ്ടപ്പെടുന്നൊരു അനുഭവമുണ്ട്. ആ ചാർജ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓടിപ്പോയി അന്വേഷിക്കും? അതിൻ്റെ ചാർജറും അതിൻ്റെ കേബിളും അന്വേഷിക്കും. ഓടിപ്പോയി നമ്മളത് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്കും സന്തോഷമാവുക. കാരണം അപ്പോഴാണ് മൊബൈലിനും സന്തോഷമാവുകയുള്ളൂ. അപ്പോൾ അപ്രകാരം നാം ആ വസ്തുക്കളെയൊക്കെ ഇതിൽ നിന്നെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓരോ പർട്ടിക്കുലർ സമയത്തിന് അനുസരിച്ച് അതെല്ലാം എന്ത് ചെയ്തുകൊണ്ടേയിരിക്കണം? നിറച്ചുകൊണ്ടേയിരിക്കണം. നാം ഓരോരുത്തരും ആകുന്ന മനുഷ്യരും ഇതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വിശക്കാറുണ്ടല്ലോ. വിശക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മിൽ നിന്ന് എന്ത് നഷ്ടപ്പെടുന്നുണ്ട്? നമ്മിൽ നിന്ന് നാം ഉപയോഗിക്കുന്ന എനർജി പല രീതിയിൽ നമുക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? നമുക്ക് പിന്നെയും എനർജിക്ക് ആവശ്യമാകുന്ന എന്ത് വേണം? റിസോഴ്സസ്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമാകുന്ന ഭക്ഷണം അനിവാര്യമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അതിനു വേണ്ടി ഭക്ഷണം കഴിക്കാറുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഓരോ കൃത്യമായ സമയങ്ങളിൽ ചെയ്യണമെന്ന് കൃത്യമായ ബോധ്യം നമ്മൾക്കുണ്ട്. ഇത് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടതായ കാര്യം. എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥനയിലൂടെയും ലഭ്യമായി തീരുന്നു. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആ ദൈവികമാകുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കുക എന്നുള്ളത്. നമ്മളെടുത്ത വേദഭാഗത്തിൽ നാം കാണുന്നൊരു കാര്യമുണ്ട്. ആറ്റിനരികെ നടപ്പെട്ടിരിക്കുന്നതായ വൃക്ഷം, ആ വൃക്ഷം വേരൂന്നിയിരിക്കുന്നത് ആഴത്തിലേക്കാണ്. അതിനാവശ്യമായ വെള്ളം ആറ്റിന് സമീപമായതുകൊണ്ട് അതിന് ലഭ്യമാകുന്നു. പ്രിയമുള്ളവരെ, നമുക്കും ആവശ്യമാകുന്ന ജലം, അല്ലെങ്കിൽ നമുക്കും ആവശ്യമാകുന്ന ആ ദൈവിക അനുഗ്രഹങ്ങളെയും ദൈവിക കൃപാദാനങ്ങളെയും ഒക്കെ നമുക്ക് ലഭ്യമായി തീരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏത്? പ്രാർത്ഥന എന്നുള്ളത്. പ്രാർത്ഥിക്കുവാൻ സാധ്യമായി തീരണം. നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിതാക്കന്മാരുടെ ജീവിതമൊക്കെ നമുക്കെടുത്ത് പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കും, പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തിലൂടെയാണ്. എത്രയോ പിതാക്കന്മാർ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടിരിക്കുന്ന ഒരനുഭവമാണ്. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാകുന്ന ഒരു അനുഭവം. രാവും പകലും ഇടവിടാതെ ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാൻ വേണ്ടി പരിശുദ്ധ പിതാക്കന്മാരിൽ പലരും താപസശ്രേഷ്ഠരാകുന്ന അനുഭവത്തിലൂടെ തന്നെ കടന്നു പോവുക മാത്രമല്ല, അവർ കാടുകളിലും മലകളിലും കടന്നു പോവുകയും കുന്നുകളിൽ കയറിയിരിക്കുകയും ആരും കയറി വരാത്ത രീതിയിൽ തൂണിൻ മുകളിൽ വരെയും പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം പരിശുദ്ധ പിതാക്കന്മാരിൽ ഉണ്ടായത്. ഇതെല്ലാം തന്നെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തോട് കൂടെ ആയിരിക്കുവാൻ സാധ്യമായി തീരുക. അവർ കാണിച്ചു തന്നതാകുന്ന ആ മാതൃകകളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകളിലൂടെയെല്ലാം. അവർ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണം, ഏത് സമയത്ത് പ്രാർത്ഥിക്കണമെന്ന്. ഈ പ്രാർത്ഥനകളെല്ലാം നിർവഹിക്കുക വഴിയായി, അതിൽ സംബന്ധിക്കുക വഴിയായി
തീർച്ചയായിട്ടും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ലഭ്യമായിത്തീരുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായി നമ്മൾ ആരും ചിന്തിക്കരുത്. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക്, പ്രത്യേകിച്ച് ഞാൻ പലപ്പോഴും എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഞാൻ കണ്ടതായൊരു കാഴ്ചയാണ് എൻ്റെ അയൽവക്കത്ത് ഒരു ഭവനം. ആ ഭവനത്തിലേക്ക് പലപ്പോഴും ഞാൻ നോക്കുമ്പോൾ കണ്ടതായ കാഴ്ച, രാവും പകലും ആ വീട്ടിൽ എന്നും പ്രാർത്ഥനയുണ്ട്. പലപ്പോഴും എന്നെ അതിശയിപ്പിച്ചിരുന്നൊരു കാര്യമാണ്. വളരെ ഏറെ ദാരിദ്ര്യത്തിലായിരിക്കുന്നു, പെൺമക്കളോടൊക്കെ ഉള്ള ഒരു ഭവനമാണ്. മുൻമക്കളെ കെട്ടിച്ചു വിടണം, ദാരിദ്ര്യത്തിലായിരിക്കുന്ന ഈ ഭവനം എങ്ങനെ ഇവർ കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്നൊക്കെ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ നാൾക്ക് നാൾ ഓരോ കാര്യങ്ങളിലും വളർന്നു വരുന്ന കാഴ്ചയാണ് പലപ്പോഴും ഞാൻ കാണുവാനായിട്ട് ഇടയായത്. അപ്പോൾ പ്രാർത്ഥനയുടെ ശക്തിയാൽ ആ ഭവനത്തിൽ ഇന്ന് ആ പെൺമക്കൾക്കെല്ലാം നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് നല്ല ജോലികൾ നേടുവാനും ആ പ്രിയപ്പെട്ട പിതാവിനെയും മാതാവിനെയും നല്ല രീതിയിൽ ശുശ്രൂഷിക്കുവാനും ഒക്കെ സാധ്യമായിത്തീരുന്നു. പ്രിയമുള്ളവരെ, അത് ഞാൻ കണ്ടതായ, എൻ്റെ ജീവിതത്തിൽ കണ്ടതായ ഒരു അനുഭവം പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കടന്നു വരുവാൻ നമുക്ക് പ്രാർത്ഥനകൾ ഇടയായിത്തീരും. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക, ക്രമപ്പെടുത്തുക. നമ്മളെപ്പോഴും ഞാൻ നിങ്ങളുമാകുന്ന വൃക്ഷങ്ങളെല്ലാം ക്രിസ്തുവാകുന്ന ആറ്റിൻ്റെ അരികെ നടപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായി തീരണം. അങ്ങനെ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവത്തിലൂടെയാണ് നമ്മളൊക്കെ പാടുന്നത്, യേശുവോട് ചേർന്നിരിക്കുന്നത് എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ, ആശ തന്നോട് എന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ എന്ന് നമ്മൾ പാടാറുണ്ട്. പ്രിയമുള്ളവരെ, അപ്രകാരം ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ ആറ്റിനരികെ നടപ്പെട്ടിരിക്കുന്നതും ആഴത്തിൽ വേരൂന്നിയതുമായ വൃക്ഷം പോലെ ഇരിക്കുമെന്ന് നമുക്ക് സങ്കീർത്തനങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതവും ക്രമപ്പെടുത്തി നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കണം. അതിന് ദൈവമായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കി തീർക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ.